പൂക്കുളത്തേൽ അഗ്രി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എയർപോർട്ടിൽ റംബുട്ടാൻ നടുന്ന രീതിയാണ്. നമ്മളിപ്പോൾ എയർപോർട്ട് അവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മണ്ണ്, ചാണകപ്പൊടി, നമ്മൾ നിർമ്മിച്ച നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത ജൈവവളം, പിന്നെ വേപ്പ് മണ്ണാക്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചകിരിച്ചോറ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇത് റംബുട്ടാൻ മണ്ണിട്ടു. ഇത് റംബുട്ടാൻ നമ്മളിപ്പോൾ നടാൻ ഉപയോഗിക്കുന്നത് മൽവാന ഇനത്തിൽപ്പെട്ട റെഡ് കളറുള്ള റംബുട്ടാനാണ് നമ്മളിപ്പോൾ ഈ എയർപോർട്ടിലേക്ക് നടുന്നത്. കുറച്ചും കൂടെ അപ്പോൾ ഇത് നല്ല ഉൽപ്പാദനക്ഷമതയുള്ള റംബുട്ടാനാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മാംസളമായ ഭാഗം വിത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു വെറൈറ്റിയാണ് മൽവാന വെറൈറ്റി. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ തൈയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നമ്മൾ എയർപോർട്ടിലേക്ക് ഇടുകയാണ്. എയർപോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് രണ്ട് ഭാഗമുണ്ട്. എയർപോർട്ടിന് ഉണ്ടോ, ഓൾസ് പുറത്തേക്ക് വരുന്ന എയർ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളത്. മറുവശത്തൂടെ ആകുമ്പോൾ ഇതുപോലെ എയർ കയറത്തില്ല. അതാണ് നമ്മുടെ ഈ എയർപോർട്ടിൽ നമ്മൾ ഇത് നടുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എയർ ഉള്ളിലേക്ക് വരും, വായുസഞ്ചാരം കിട്ടുന്നതുകൊണ്ട് വേരുകൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് വരും. അതാണ് ഈ എയർപോർട്ടിൽ വെക്കുന്ന ചെടികൾക്ക് നല്ല വളർച്ച കിട്ടാൻ കാരണം. കുറച്ചും കൂടെ മണ്ണ് വേണം. മണ്ണിട്ട് നല്ലതായിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതിനകത്ത് ചാണകപ്പൊടി, ആട്ടുംവളം എല്ലാം ചേർത്തിട്ടുണ്ട്. തൈകൾക്ക് നല്ല ജൈവവളം ചെന്നാൽ മാത്രമേ നല്ല പുഷ്ടിയോടെ കരുത്തോടെ വളരുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പം മണ്ണ് ഇതിൻ്റെ കയറി കാണിക്കും ഉണ്ടോ. ഇതിപ്പോൾ മണ്ണ് ആവശ്യത്തിനായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തൈ വെക്കാൻ പോകണം. എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ തൈകളുടെ കവർ പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാവരും പോയി ഒറ്റ ആ കവറങ്ങ് പൊട്ടിച്ച് വെക്കും. ഇത് ഇങ്ങനെയാണ് പൊട്ടിക്കേണ്ടത്. ഇങ്ങനെ പൊട്ടിച്ചാൽ മാത്രമേ അത് ശരിക്ക് വിട്ട് കിട്ടത്തുള്ളൂ. ഉണ്ടോ, ഇപ്പോൾ തൈ മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളിത് ഇങ്ങനെ തൈ അതിനകത്ത് നമ്മൾ മണ്ണടിയിൽ നിറച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ടു. ഇനി രണ്ടാമത് നമ്മൾ തൈ നേരെ ഇരിക്കണം. എപ്പോഴും കൂമ്പ് എപ്പോഴും നേരെ അയക്കണം. അത് ചെരിഞ്ഞ് പോയെങ്കിൽ അത് നേരെ നിർത്തിയിട്ട് വേണം ഇടാൻ. ഇട്ടു. അപ്പോൾ നമ്മൾ തൈ വെച്ചു. ഇനി അതിന് ചുറ്റും മണ്ണിട്ട് വീണ്ടും നിറയ്ക്കുകയാണ്. ഓക്കെയാ. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 4 ഇഞ്ച് അല്ലെ ഒരു താഴെ ആയിട്ട് മാത്രമേ മണ്ണിട്ട് കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒഴിക്കാനും അതിനെല്ലാം വളങ്ങൾ ചേർക്കാനൊക്കെ നമ്മൾ അങ്ങനെയാണ്. ഒരിക്കലും ബെഡ് മൂടാൻ പാടില്ല. കുറച്ച് വേണം. ബെഡ് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്നാണ്, അതിൻ്റെ ശരിയായ ആ വെറൈറ്റിയുടെ ഇത് കിട്ടിയാലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബെഡ് മൂടാതെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ മണ്ണിട്ട് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് മണ്ണ് കൂടുതലാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒരു മണ്ണ് താഴും. അപ്പം ബെഡിൻ്റെ അവിടെ കണക്കായിട്ട് കിട്ടും. ബെഡ് ഇതാണ് ബെഡ്. ഇത് മൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇനി വെള്ളം ഒഴിക്കും, കുറച്ച് താന്ന് കിട്ടും. അന്നേരം മണ്ണ് തീരെ കുറഞ്ഞു പോയെങ്കിൽ അന്നേരം രണ്ടാമത് വീണ്ടും നമുക്ക് മണ്ണിടാൻ പറ്റും. ഇതാണ് എയർപോർട്ടിൽ റംബുട്ടാൻ നടുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയൊക്കെ നിങ്ങളെ വീണ്ടും നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇതാണ് റംബുട്ടാൻ എയർപോർട്ടിൽ നടുന്ന രീതി. ഇനി ഇപ്പോൾ ഇത് എയർപോർട്ടിൽ നടുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ പുരയിടത്ത് നടുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം 2.5 അടി മിനിമം കുഴി വേണം. അത് 3 അടി ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടിയിൽ ഒരു നിറ ചകിരിയൊക്കെ മലത്തി വെച്ച് ഈർപ്പം കിട്ടാൻ വേണ്ടി, മണ്ണിൽ എപ്പോഴും ഈർപ്പം കിട്ടാൻ വേണ്ടിയാണ് ഈ ചകിരി മലത്തി വെക്കുന്നത്. മലത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ചാണകപ്പൊടിയും
എല്ലുപൊടി ഇതെല്ലാം മിക്സാക്കി ഒരു പകുതി നിറച്ച ശേഷം പകുതിക്ക് മേലേക്ക് എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി, ഈ ജൈവവളം എല്ലാം മിക്സാക്കിയിട്ട് നിറച്ച് വെക്കുക. നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടും നല്ല മഴക്കാലമൊക്കെ ആണ്, ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മണ്ണ് അമർന്ന് കിട്ടും, ഈ ലൂസ് മണ്ണ് അമർന്ന് കിട്ടും. അപ്പോൾ ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ പിള്ളക്കുഴി എടുക്കുക. ആ പിള്ളക്കുഴി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ഈ കവറ് പൊട്ടിച്ച് തൈനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ റംബുട്ടാൻ എപ്പോഴും നമ്മൾ നടുന്നത് സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം. അതുപോലെ തന്നെ റംബുട്ടാൻ മാത്രം കൃഷി ചെയ്യുവാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് 40 അടി അകലമെങ്കിലും വേണ്ടി വരും. അതുകൂടാതെ നമ്മൾ ഒരു 1-2 ആളൊക്കെ ഹൈറ്റ് വരുമ്പോഴത്തേക്കും നേരെ പോകുന്ന ഈ തല മുറിച്ച് കളയുമ്പോൾ ഇത് ബുഷായിട്ട് വരും. നമ്മൾ ഈ റംബുട്ടാനൊക്കെ പഴങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മലയണ്ണാൻ, പിന്നെ കുരങ്ങ്, ഇങ്ങനെയുള്ള പല ക്ഷുദ്രജീവികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ പക്ഷികളുടെയൊക്കെ ആക്രമണമൊക്കെ ഉണ്ടാവും, അണ്ണാന് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് വല ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വല ഇടണമെങ്കിൽ ഇത് അങ്ങ് പൊങ്ങിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ മേലേക്ക് പോകുന്ന അത് കട്ട് ചെയ്തിട്ട് പ്രൂണിങ് ചെയ്ത് നമ്മളതിനെ ഈ സൈഡിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെയാണ് റംബുട്ടാൻ്റെ നടീരീതി, അതിൻ്റെ പരിചരണം. ഇപ്പം നമ്മളിതിനകത്ത് വളങ്ങളെല്ലാം ജൈവവളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 വർഷം കൊണ്ട് ഇതിന് പൂവാകുന്നതാണ് ഇത്. അപ്പം നമ്മൾ ഇനി ഒരു 2-3 മാസം കഴിയുമ്പം കുറച്ച് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക നല്ലത്. ഇംഗ്ലീഷ് വളം ചേർക്കുന്നവരുണ്ട്, നമ്മളൊക്കെ സാധാരണയായിട്ട് ജൈവവളമാണ്. അത് നമ്മൾ തന്നെ നിർമ്മിച്ച ജൈവവളമാണ് കൂടുതൽ ചേർക്കുന്നത്. അതിന് നല്ല കരുത്തും നല്ല വളർച്ചയും കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 2-3 മാസം കൂടുമ്പോൾ കുറേശ്ശെ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് വേര് പിടിച്ച് പെട്ടെന്ന് വളർച്ച കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണമൊക്കെ വരുന്നത്. നമ്മൾ തൈ നട്ടു, അതിനകത്ത് ജലസേചനം ചെയ്യുകയാണ്. പൂവാളി ഉപയോഗിച്ച് നമ്മളിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് 100 ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഈ തൈ നട്ടിരിക്കുന്നത്. നമ്മുടെ നഴ്സറിയിൽ പല വലുപ്പത്തിലുള്ള എയർപോർട്ടുകൾ ലഭ്യമാണ്. 50 ലിറ്റർ, 30 ലിറ്റർ, അങ്ങനെ പല വലുപ്പത്തിലുള്ള നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ നമ്മുടെ നഴ്സറിയുമായിട്ട് ബന്ധപ്പെടുക. കൂടാതെ നമ്മുടെ നഴ്സറികളിൽ എല്ലാ ഫലവൃക്ഷ തൈകളും നമ്മൾ ലഭ്യമാണ്. കാർഷിക മേഖലയിൽ ഏതെല്ലാം ഐറ്റംസ് ആവശ്യമുണ്ട് അതെല്ലാം നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ഇല്ലാത്തത് നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നതായിരിക്കും. വളരെ റെയറായിട്ടുള്ള റേറ്റുകളൊക്കെ ചിലതൊക്കെ നമ്മൾ ലഭ്യമല്ലായിരിക്കും. അതൊക്കെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.